ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു, കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത്, കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ, കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ, ഹേ കൃഷ്ണ തുഭ്യം നമഃ. എല്ലാവർക്കും നാരായണീയ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 5ാമത്തെ ദശകത്തിൽ 5 ശ്ലോകം പഠിച്ചു കഴിഞ്ഞു. നമുക്കിന്ന് 6ാമത്തെ ശ്ലോകമാണ്. ചൊല്ലാം. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാമാസാദ്യ വൈകാരികോ, ഭൂയസ്തൈജസതാമസാവിധി ഭവന്നാദ്യേന സത്വാത്മനാ. ദേവാനിന്ദ്രിയമാനിനോ കൃത ദിശാവാതാർക്കപാശ്യശ്വിനോ, വഹ്നീന്ദ്രച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ഭഗവാൻ സൃഷ്ടികർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം ബുദ്ധിതത്വം സൃഷ്ടിച്ചു. ബുദ്ധിതത്വമാണ് മഹത്തത്വം. മായാസന്നിഹിതനാണ്, പക്ഷേ മായയിലേക്ക് വപുസ് ശരീരം പ്രവേശിച്ചിട്ടില്ല. അങ്ങനെ മായയുടെ സഹായമുണ്ട്. അങ്ങനെ ആദ്യം ചെയ്തത് മഹത്തത്വം സൃഷ്ടിച്ചു. മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായെന്ന് പറഞ്ഞു. ഇനി അഹങ്കാരത്തിൽ നിന്ന് അടുത്തതാ എന്താ ഉണ്ടാവാൻ പോണെന്ന് അടുത്ത 6ാമത്തെ ശ്ലോകത്തിൽ പറയാണ്. സോഹം ച സഹ അഹം. സോഹം സഹ അഹം. ആ അഹം, അഹം എന്ന് അഹങ്കാരം, അഹം ബുദ്ധി. സോഹം ച ആ അഹങ്കാരം. അഹം ച ഞാൻ എന്ന അവസ്ഥ, ഞാൻ എന്നർത്ഥം. അഹം ഞാൻ, ഞാൻ എന്ന് വെച്ചാൽ ജീവനാണല്ലോ. സോഹം ച സഹ അഹം, ആ ഞാൻ. അതായത് ബുദ്ധിതത്വം തന്നെയാണ് മഹത്തത്വം എന്ന് പറഞ്ഞു. മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി. അഹങ്കാരം, ആ അഹങ്കാരം ദാ പിരിയാൻ പോവാണ്. 3ആയിട്ട് പിരിയാൻ പോവാണ്. സോഹം ച ത്രിഗുണക്രമാത്. 3 ഗുണത്തിൻ്റെ ക്രമമനുസരിച്ച്. 3 ഗുണം എന്ന് വെച്ചാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൻ്റെ ക്രമമനുസരിച്ച്, അതായത് ഈ അഹങ്കാരത്തോട് കൂടിയിട്ട് ഓരോന്ന് ചേരുമ്പോൾ, സത്വഗുണത്തോട് ചേർന്നാൽ എന്തായിരിക്കും, രജോ ഗുണത്തോട് ചേർന്നാൽ എന്തായിരിക്കും, എങ്ങനെയാവും, തമോ ഗുണം ചേർന്നാൽ എങ്ങനെയിരിക്കും, അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് ഈ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് നോക്കാം കേട്ടോ. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാമാസാദ്യ വൈകാരികോ, ഭൂയസ്തൈജസതാമസാവിതി ഭവന്നാദ്യേന സത്വാത്മനാ. ദേവാനിന്ദ്രിയമാനിനോ കൃത ദിശാവാതാർക്കപാശ്യശ്വിനോ, വഹ്നീന്ദ്രച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ഒരു വട്ടം കൂടി ചൊല്ലാം. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാമാസാദ്യ വൈകാരികോ, ഭൂയസ്തൈജസതാമസാവിതി ഭവന്നാദ്യേന സത്വാത്മനാ. ദേവാനിന്ദ്രിയമാനിനോ കൃത ദിശാവാതാർക്കപാശ്യശ്വിനോ, വഹ്നീന്ദ്രച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. പദച്ഛേദം ചെയ്യാം. സോഹം, സഹ പ്ലസ് അഹം, സോഹം. ച ത്രിഗുണക്രമാത്, ത്രിവിധതാം പ്ലസ് ആസാദ്യ, ത്രിവിധതാമാസാദ്യ. വൈകാരികഃ, ഭൂയഃ പ്ലസ് തൈജസതാമസൗ പ്ലസ് ഇതി. ഭൂയസ്ത
തൈജസ താമസാവിധി. ഭൂയഃ പ്ലസ് തൈജസ താമസൗ പ്ലസ് ഇതി. ഭവൻ ആദ്യേന ഭവന്നാദ്യേന. ഭവൻ പ്ലസ് ആദ്യേന ഭവന്നാദ്യേന സത്വാത്മന. ദേവാൻ പ്ലസ് ഇന്ദ്രിയമാനിനഃ പ്ലസ് അകൃത. ദേവാൻ ഇന്ദ്രിയമാനിനോ കൃത. ദേവാൻ പ്ലസ് ഇന്ദ്രിയമാനിനഃ പ്ലസ് അകൃത. ദിശാവാദാർക്കപാശ്യശ്വിനോ. ദിശാവാദ അർക്ക പാശി അശ്വിനഃ. ഒറ്റ വാക്കാണ് ദിശാവാദാർക്കപാശ്യശ്വിനോ. വഹ്നീന്ദ്രാച്യുതമിത്രകാൻ. വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ഇത്രയാണ് പദച്ഛേദം ചെയ്യാനുള്ള വാക്കുകൾ. ഇനി നമുക്ക് ഓരോ വാക്കിൻ്റെയും അർത്ഥം നോക്കാം കേട്ടോ. സഹ എന്ന് വെച്ചാൽ അവൻ എന്നർത്ഥമുണ്ട്, അദ്ദേഹം എന്നർത്ഥമുണ്ട്. അഹം എന്ന് വെച്ചാൽ ഞാൻ എന്നർത്ഥം. സഹ അഹം എന്ന് വെച്ചാൽ അവൻ ഞാൻ എന്നല്ല പറയുക, ആ ഞാൻ എന്നർത്ഥം. സോഹം ആ ഞാൻ. നേരത്തെ പറഞ്ഞു അഹങ്കാരം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ, തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി എന്ന് പറഞ്ഞു. ച എന്ന് വെച്ചാൽ എന്നർത്ഥം. ത്രിഗുണക്രമാത് എന്ന് വെച്ചാൽ ത്രിഗുണങ്ങളുടെ ക്രമമനുസരിച്ച്. ത്രിഗുണങ്ങൾ ഏതൊക്കെ നമുക്കറിയാം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് മൂന്നുമാണ് ത്രിഗുണങ്ങൾ. ത്രിഗുണക്രമാത് ത്രിഗുണങ്ങളുടെ ക്രമമനുസരിച്ച്. ത്രിവിധതാം ആസാദ്യ. ത്രിവിധതാം മൂന്ന് വിധത്തിൽ ആസാദ്യ ആയിത്തീർന്നിട്ട്. വൈകാരിക സാത്വികമായ അഹങ്കാരം എന്നർത്ഥം. വൈകാരിക എന്ന് വെച്ചാൽ സാത്വികമായ അഹങ്കാരം എന്നർത്ഥം. ഭൂയഃ പിന്നെ തൈജസ താമസൗ. തൈജസം എന്ന് വെച്ചാൽ രാജസമായ അഹങ്കാരം. സത്വഗുണം ചേർന്നാൽ സാത്വിക അഹങ്കാരമാകുന്നു. രജോ ഗുണം ചേർന്നാൽ രാജസമായ അഹങ്കാരമാകുന്നു. അത് രാജസമായ എന്നുള്ള മറ്റൊരു വാക്കാണ് തൈജസം എന്ന് പറയുന്നത്. പിന്നെ തമോ ഗുണം ചേരുമ്പോൾ താമസം എന്ന് പറയും. തമോ ഗുണപ്രധാനമായിട്ടുള്ള അഹങ്കാരവുമായി തീർന്നിട്ട് ഇതി എന്നിങ്ങനെ ഭവൻ ഭവിച്ചിട്ട് എന്നിങ്ങനെയായിത്തീർന്ന് മൂന്ന് വിധത്തെ പ്രാപിച്ചിട്ട് ആദ്യേന സത്വാത്മന ആദ്യത്തേതായ സത്വാത്മന സാത്വിക അഹങ്കാരം കൊണ്ട് ദേവാൻ ഇന്ദ്രിയമാനിനഃ അകൃത. ദേവാൻ ദേവന്മാരെ എങ്ങനെയുള്ള ഇന്ദ്രിയമാനിനഃ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ മാനിക്കുന്നവരായ എന്നർത്ഥം. എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളായിട്ടുള്ള ദേവന്മാരെ അകൃത ചെയ്തു സൃഷ്ടിച്ചു എന്നർത്ഥം. അടുത്ത വാക്ക് ദിശാവാതാർക്ക പാശ്യശ്വിനഃ. ദിശ എന്ന് വെച്ചാൽ ദിക്ക്, വാതം എന്ന് വെച്ചാൽ വായു, അർക്കഹ എന്ന് വെച്ചാൽ സൂര്യൻ, പാശി എന്ന് വെച്ചാൽ വരുണൻ, അശ്വിനഹ എന്ന് വെച്ചാൽ അശ്വിനി ദേവന്മാർ എന്ന്. ദേവന്മാരിൽ വൈദ്യന്മാരാണ് അശ്വിനി ദേവന്മാർ. 2 പേരാണ് അവർ ഉള്ളത്. ഇത്രയും ഇവരൊക്കെയാണ് ദേവന്മാർ കേട്ടോ. നമ്മുടെ ഇന്ദ്രിയമാനിനഹ എന്ന് പറഞ്ഞില്ലേ, ഇന്ദ്രിയങ്ങളുടെ അടിസ്ഥാന ദേവതകളായിട്ടുള്ള എന്ന് പറയുമ്പോൾ ഇവരൊക്കെയാണ്. ആരൊക്കെ? ദിക്ക്, വായു, അർക്കൻ, വരുണൻ, അശ്വിനി ദേവന്മാർ ജ്ഞാനേന്ദ്രിയത്തിൻ്റെ. പിന്നെ കർമ്മേന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാന ദേവതകൾ വന്നി, ഇന്ദ്ര, അച്യുത, മിത്രകാൻ. വന്നി എന്ന് വെച്ചാൽ അഗ്നി, ഇന്ദ്രൻ എന്ന് വെച്ചാൽ ഇന്ദ്രൻ, അച്യുതൻ എന്ന് വെച്ചാൽ വിഷ്ണു, അതായത് ഉപേന്ദ്രൻ എന്ന് പറയും. മിത്രൻ സൂര്യൻ. പിന്നെ വിധി ശ്രീരുദ്രശാരീരകാൻ.
വിധു എന്ന് വെച്ചാൽ ചന്ദ്രൻ, വിധി ബ്രഹ്മാവ്, ശ്രീരുദ്രൻ ശിവൻ, ശാരീരകാൻ ക്ഷേത്രജ്ഞൻ എന്ന് പറയും. നമുക്ക് അന്വയക്രമത്തിൽ അർത്ഥം നോക്കാം കേട്ടോ. സഹ അഹം ച, ആ അഹം തത്വമാകട്ടെ, അഹങ്കാരം എന്ന തത്വമാകട്ടെ, അതായത് മഹത്തത്വത്തിൽ നിന്നും ഉണ്ടായ അഹങ്കാരമാകട്ടെ. തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ അഹങ്കാരം ഉണ്ടായി എന്ന് പറഞ്ഞു. അതിനു മുൻപ് മഹത്തത്വം ഉണ്ടായി, ബുദ്ധിതത്വം ഉണ്ടായി. ആ ബുദ്ധിതത്വമാണ് മഹത്തത്വമായിട്ടുള്ളത്. മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ അഹങ്കാരം സോഹം ച, ആ അഹങ്കാരമാകട്ടെ ത്രിഗുണക്രമാത്, ത്രിഗുണങ്ങളുടെ ക്രമമനുസരിച്ച്. ത്രിഗുണങ്ങൾ എന്ന് വെച്ചാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ ഗുണങ്ങളുടെ ക്രമമനുസരിച്ച് ഇവ ഓരോന്നും അതിനോട് ചേരുമ്പോൾ ത്രിവിധതാം ആസാദ്യ, 3 വിധത്തിലായി തീർന്നിട്ട് വൈകാരിക സാത്വിക അഹങ്കാരം, ഭൂയഃ പിന്നെ, തൈജസ താമസൗ രാജസമായ അഹങ്കാരം, താമസമായ അഹങ്കാരം, ഇതി ഭവൻ എന്നിങ്ങനെയുള്ള പേരോടു കൂടിയവയായി തീർന്നിട്ട് ആദ്യേന സത്വാത്മന, ഇതിലാദ്യത്തേതായ സാത്വിക അഹങ്കാരം കൊണ്ട് ദിശ വാത അർക്ക പാശി അശ്വിനഃ, ദിക്ക് വായു സൂര്യൻ പാശി ച വരുണൻ അശ്വിനി ദേവന്മാർ എന്നിവരും. വഹ്നീന്ദ്ര അച്യുതമിത്രകാൻ, വഹ്നി അഗ്നി, ഇന്ദ്ര ഇന്ദ്രൻ, അച്യുതൻ ഉപേന്ദ്രൻ, മിത്രകാൻ മിത്രൻ പ്രജാപതി എന്നിവരും. വിധു വിധി ശ്രീരുദ്ര ശാരീരകാൻ, വിധു ചന്ദ്രൻ, വിധി ബ്രഹ്മാവ്, ശ്രീരുദ്രൻ ശിവൻ, ശാരീരകാൻ ക്ഷേത്രജ്ഞൻ എന്നിവരുമായി ഇന്ദ്രിയമാനിനഃ ദേവാൻ, ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളെ അകൃത സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ദേവന്മാരുടെ പേര് പറഞ്ഞു. ഇവരെയൊക്കെ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് നോക്കിയാൽ ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? 5 ജ്ഞാനേന്ദ്രിയമുണ്ട്, 5 കർമ്മേന്ദ്രിയമുണ്ട്, പിന്നെ അന്ധക്കരണം എന്ന് പറയും, ഉള്ളിലുള്ള ഇന്ദ്രിയങ്ങളുണ്ട്, അന്തരിന്ദ്രിയങ്ങളുണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജ്ഞാനേന്ദ്രിയങ്ങൾ 5. അയാൾക്ക് ശബ്ദം മനസ്സിലാക്കാനായിട്ട് ചെവി, സ്പർശം മനസ്സിലാക്കാനായിട്ട് ത്വക്ക്, കാണുക എന്തെങ്കിലും കാണാനായിട്ടുള്ള ഇന്ദ്രിയം കണ്ണ്, രസമറിയാനുള്ള ഇന്ദ്രിയം ജിഹ്വ നാവ്, ഗന്ധമറിയാനുള്ള ഇന്ദ്രിയം ഘ്രാണം. ശ്രോത്രത്തിൻ്റെ ചെവിയുടെ അധിഷ്ഠാന ദേവതയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ദിശ വാത അർക്ക പാശി അശ്വിനഃ എന്ന് പറഞ്ഞു. അതിൽ ശ്രോത്രത്തിന് ദിക്ക്, ത്വക്കിന് വായു, നേത്രത്തിന് അർക്കൻ സൂര്യൻ, ജിഹ്വ നാവിന് പാശി വരുണൻ, ഘ്രാണേന്ദ്രിയത്തിന് അശ്വിനി ദേവന്മാർ എന്നീ 5 അധിഷ്ഠാന ദേവതകളുണ്ടായി. 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് 5 അധിഷ്ഠാന ദേവതകളെ സൃഷ്ടിച്ചു ഇവരെയൊക്കെ. ഇനി 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. 5 കർമ്മേന്ദ്രിയങ്ങൾക്ക് 5 ദേവന്മാരുണ്ട്. നോക്കൂ, 5 കർമ്മേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. വാക്ക് എന്ന് വെച്ചാൽ വാക്കുകൾ തന്നെ, സംസാരിക്കാവുന്ന വാക്കുകൾ. പാണി എന്ന് വെച്ചാൽ കൈ, പാദം കാല്, പായു എന്ന് വെച്ചാൽ മലദ്വാരം എന്നർത്ഥം പായു, ഉപസ്ഥം എന്ന് വെച്ചാൽ ജനനേന്ദ്രിയം എന്നർത്ഥം. അപ്പോൾ 5 ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ. വാക്കിൻ്റെ അധിഷ്ഠാന ദേവതയായിട്ട് അഗ്നി, നമ്മൾ നേരത്തെ വഹ്നീന്ദ്ര അച്യുതമിത്രകാൻ എന്ന് പറഞ്ഞില്ലേ, അതിൽ വഹ്നി ഇന്ദ്ര അച്യുതമിത്രകാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ വാക്കിൻ്റെ അധിഷ്ഠാന ദേവതയാണ് അഗ്നി. പാണി കയ്യൻ്റെ അധിഷ്ഠാന ദേവത ഇന്ദ്രൻ. പാദത്തിൻ്റെ അടിസ്ഥാന ദേവത അച്യുതൻ ഉപേന്ദ്രൻ. പായു മലദ്വാരത്തിൻ്റെ അടിസ്ഥാന ദേവത മിത്രഹ സൂര്യനാണ്. ഉപസ്ഥ എന്ന് വെച്ചാൽ ജനനേന്ദ്രിയത്തിൻ്റെ അടിസ്ഥാന ദേവത പ്രജാപതി ആണ്. ഇനി അടുത്ത വിധു വിധി ശ്രീരുദ്ര ശാരീരക എന്ന് പറയണില്ലേ. വിധു എന്ന് പറഞ്ഞാൽ മനസ്സ് ഉള്ളിലത്തെ ഇന്ദ്രിയങ്ങളാണ്
അന്തരിന്ദ്രിയമാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന് പറയുന്നത്. അപ്പം മനസ്സിൻ്റെ അടിസ്ഥാന ദേവത വിധു എന്ന് വെച്ചാൽ ചന്ദ്രൻ, ബുദ്ധിയുടെ അടിസ്ഥാന ദേവത വിധി ബ്രഹ്മാവ്, അഹങ്കാരത്തിൻ്റെ അടിസ്ഥാന ദേവത ശ്രീരുദ്രൻ, ചിത്തത്തിൻ്റെ അടിസ്ഥാന ദേവത ശാരീരക എന്ന് വെച്ചാൽ ക്ഷേത്രജ്ഞൻ എന്ന് പറയും, ക്ഷേത്രജ്ഞൻ. ഇങ്ങനെയുള്ള ദേവന്മാരെ അധിഷ്ഠാന ദേവതകളായിട്ട് ആക്കി തീർത്തു. ഇന്ദ്രിയമാനിനഹ ദേവാൻ അകൃത എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നുകൂടി നോക്കാട്ടോ. സോഹം ച ആ അഹം തത്വമാകട്ടെ ത്രിഗുണക്രമാത് ത്രിഗുണങ്ങളുടെ ക്രമമനുസരിച്ച് 3 ഗുണങ്ങളുടെ സത്വരജസ് തമോ ഗുണങ്ങളുടെ ക്രമമനുസരിച്ച് ത്രിവിധതാം ആസാദ്യ 3 വിധത്തിലായി തീർന്നിട്ട് വൈകാരിക സാത്വികമായ അഹങ്കാരം, ഭൂയഹ പിന്നെ തൈജസം താമസം രാജസമായ അഹങ്കാരം, താമസമായ അഹങ്കാരം, ഇതി എന്നിങ്ങനെ ഭവൻ എന്നിങ്ങനെയുള്ള പേരോടു കൂടിയവയായി തീർന്നിട്ട് ആദ്യേന സത്വാത്മന ഇതിൽ ആദ്യത്തേതായ സാത്വിക അഹങ്കാരം കൊണ്ട് ദിശ, വാത, അർക്ക, പാശി, അശ്വിനഃ ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ എന്നിവരും ജ്ഞാനേന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാന ദേവതകളാണ് കേട്ടോ. അടുത്തത് വന്യേന്ദ്ര അച്യുത മിത്രകാൻ, വന്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രകൻ എന്നീ ദേവന്മാർ കർമ്മേന്ദ്രിയത്തിൻ്റെയും, വിധു, വിധി, ശ്രീരുദ്ര, ശാരീരകാൻ ഇവർ അന്ധക്കരണത്തിൻ്റെയും അടിസ്ഥാന ദേവതകളായി തീർന്നിട്ട് വന്യേന്ദ്ര അച്യുത മിത്രകാൻ, വിധു, വിധി, ശ്രീരുദ്ര, ശാരീരകാൻ കുറേ ദേവന്മാരുടെ പേരാണ് ഇപ്പോൾ പറയുന്നത്. ഇവരെയെല്ലാം ഇന്ദ്രിയമാനിനഹ ദേവാനകൃത ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളായിട്ട് സൃഷ്ടിച്ചു എന്നർത്ഥം. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാമാസാദ്യ വൈകാരികഃ ഭൂയഃ തേ തൈജസ താമസൗ ഇതി ഭവൻ ആദ്യേന സത്വാത്മന ദേവാൻ ഇന്ദ്രിയമാനിനോ അകൃത ദിശാവാദാർക്കപാശ്യശ്വിനോ വഹ്നീന്ദ്രച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ഇപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം, ചൊല്ലാവുന്ന. ഭൂമൻ മാനസബുദ്ധ്യഹംകൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചന്തഃകരണം വിഭോ തവ ബലാദ് സത്വാംശ ഏവാസൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണഃ തത്താമസാംശാൽ പുനഃ തന്മാത്രം നഭസോ മരുൽപുരപതേ ശബ്ദോ ജനിത്വദ്ബലാദ്. ഒന്നുകൂടി ചൊല്ലാം. ഭൂമൻ മാനസബുദ്ധ്യഹംകൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചന്തഃകരണം വിഭോ തവ ബലാദ് സത്വാംശ ഏവാസൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണസ്തത്താമസാംശാൽ പുനഃ തന്മാത്രം നഭസോ മരുൽപുരപതേ ശബ്ദോ ജനി ത്വദ്ബലാദ്. പദച്ഛേദം നോക്കാം. ഭൂമൻ മാനസബുദ്ധ്യഹംകൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം ഒറ്റ വാക്കാണ്. തച്ചന്തഃകരണം തത് പ്ലസ് ച പ്ലസ് അന്ധകരണം, തത് പ്ലസ് ച തച്ച പ്ലസ് അന്ധകരണം തച്ചാന്തഃകരണം. വിഭോ തവ ബലാദ് സത്വാംശഃ ഏവ അസൃജത്, ഏവ പ്ലസ് അസൃജത് ഏവാസൃജത്. ജാതസ്തൈജസതോ ജാതഃ പ്ലസ് തൈജസതഃ ദശേന്ദ്രിയഗണസ്തത്താമസാംശാത് പുനഃ ദശേന്ദ്രിയഗണഃ
ദശേന്ദ്രിയ ഗണഃ പ്ലസ് തത് പ്ലസ് താമസാംശാത്. ദശേന്ദ്രിയ ഗണസ്തത്താമസാംശാത്. പുനഃ തന്മാത്രം. പുനഃ പ്ലസ് തന്മാത്രം പുനസ്തന്മാത്രം. നഭസോ നഭസഃ പ്ലസ് മരുൽപുരപതേ. ശബ്ദോജനി. ശബ്ദഃ പ്ലസ് അജനി ശബ്ദോജനി. ത്വദ്ബലാത്. നമുക്കിനി ഓരോ വാക്കിൻ്റെയും അർത്ഥം നോക്കാം. ഭൂമൻ. ഭൂമൻ എന്ന് വെച്ചാൽ ഭഗവാനെ എന്നർത്ഥം. മാനസബുദ്ധി അഹങ്കൃതി മിളച്ചിത്താഖ്യവൃത്യന്വിതം. നമ്മൾ അന്ധക്കരണത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി നേരത്തെ പഠിച്ചു. എന്തൊക്കെയാണ്? മാനസം മനസ്സ്, ബുദ്ധി, അഹങ്കൃതി അഹങ്കാരം, മിളത്ത് എന്ന് വെച്ചാൽ കൂടിച്ചേർന്ന. മാനസത്തിനോടും മനസ്സിനോടും ബുദ്ധിയോടും അഹങ്കാരത്തോടും മിളത്ത് മിളത്ത് മേളിച്ച കൂടിച്ചേർന്ന ചിത്താഖ്യവൃത്തി. ചിത്തം. ചിത്തം നാലാമത്തെ ഇന്ദ്രിയാണ് ചിത്തം. മനസം ബുദ്ധി അഹങ്കാരം മുതലായവയോട് ചേർന്ന ചിത്തം എന്ന ആഖ്യയുള്ള വൃത്തി പ്രവൃത്തിയോടു അന്വിതം കൂടിയ എന്നർത്ഥം. തത് അത്. തത് ച അന്ധക്കരണം. ആ അന്ധക്കരണം. ആ ഉള്ളിലെ ഇന്ദ്രിയം. അന്തഃ ഉൾഭാഗത്തുള്ള കരണം ഇന്ദ്രിയങ്ങൾ. ഉള്ളിലെ ഇന്ദ്രിയങ്ങളാണ് ഈ 4 പറഞ്ഞത്. വിഭോ എന്ന് വെച്ചാൽ അല്ലയോ ഭഗവാനെ എന്നർത്ഥം. തവ അങ്ങയുടെ, ബലാത് ബലം കൊണ്ട് ശക്തി കൊണ്ട്, സത്വാംശ സത്വാംശം സത്വം സാത്വിക അഹങ്കാരം, ഏവ തന്നെ സത്വാംശ ഏവ സാത്വിക അഹങ്കാരം തന്നെയാണ്. അസൃജത് സൃഷ്ടിച്ചു. അസൃജത് സൃഷ്ടിച്ചു. ജാതഃ ഉണ്ടായി. ജാതഃ ജനിച്ചു ഉണ്ടായി. തൈജസദഃ തൈജസത്തിൽ നിന്ന്. തൈജസദഃ രാജസിക അഹങ്കാരത്തിൽ നിന്ന്. ദശേന്ദ്രിയ ഗണഃ 10 ഇന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. പുനഃ പിന്നെ. ജാതഃ ഉണ്ടായി എന്നർത്ഥം. മരുൽപുരപതേ ഗുരുവായൂരപ്പ. ത്വദ്ബലാത് അങ്ങയുടെ ബലം കൊണ്ട്. പുനഃ വീണ്ടും. തത് താമസാംശാത് ആ താമസ അഹങ്കാരത്തിൽ നിന്ന്. തന്മാത്രം തന്മാത്രയായ. തന്മാത്രയായ ചെറുകണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. താമസാംശാത് താമസമായ അഹങ്കാരത്തിൽ നിന്ന് തന്മാത്രയായ. നഭസഹ ആകാശത്തിൻ്റെ തന്മാത്രം. നഭസഹ തന്മാത്രം എന്നർത്ഥം. ആകാശത്തിൻ്റെ തന്മാത്രയായ. ശബ്ദഃ അജനി. ശബ്ദഃ ശബ്ദം. അജനി ജനിച്ചു. ത്വദ്ബലാത് അങ്ങയുടെ ബലം കൊണ്ട്. ത്വദ്ബലാത് അങ്ങയുടെ ബലം കൊണ്ട്. ഇനി നമുക്ക് അന്വയക്രമത്തിൽ അർത്ഥം പറയാം. ഭൂമൻ എന്ന സംബോധനയാണ്. പിന്നെ വിഭോ എന്നും ഒരു സംബോധനയുണ്ട്. 2 സംബോധനയും കൂട്ടിയിട്ട് ഒരുമിച്ച് വിളിക്കാം നമുക്ക്. ഭൂമൻ വിഭോ സർവവ്യാപിയായ ഭഗവാനെ എന്നർത്ഥം. തവ ബലാത് അങ്ങയുടെ ശക്തി കൊണ്ട്. സത്വാംശ ഏവ സാത്വികമായ അഹങ്കാരം തന്നെയാണ്. മാനസബുദ്ധി അഹങ്കൃതി മിളച്ചിത്താഖ്യവൃത്യന്വിതം. മാനസം മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയോട് ചേർന്ന ചിത്തം എന്ന് പേരുള്ള. ചിത്താഖ്യം ആഖ്യ പേര്. ചിത്തം എന്ന് പേരുള്ള പ്രവൃത്തിയോടു കൂടിയതുമായ. തത് അന്ധക്കരണം ച ആ അന്ധക്കരണത്തെ. അസൃജത് സൃഷ്ടിച്ചു. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ അങ്ങയുടെ ശക്തി കൊണ്ട് സാത്വിക അഹങ്കാരം തന്നെയാണ്. മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിവയോട് ചേർന്ന ചിത്തം എന്നു പേരുള്ള പ്രവൃത്തിയോടു കൂടിയതായ ആ അന്ധക്കരണത്തെ
സൃഷ്ടിച്ചു. അടുത്ത് പറയണത് തൈജസദഹ. തൈജസദഹ രാജസിക അഹങ്കാരത്തിൽ നിന്ന് ദശേന്ദ്രിയ ഗണഃ 10 ഇന്ദ്രിയങ്ങളുടെ കൂട്ടവും എന്നുവെച്ചാൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും പുനഃ പിന്നെ ജാതഃ ഉണ്ടായി. മരുൽപുരപതേ ഗുരുവായൂരപ്പ ത്വദ്ബലാത് അങ്ങയുടെ ബലം കൊണ്ട് പുനഃ വീണ്ടും തത് താമസാംശാത് ആ താമസ അഹങ്കാരത്തിൽ നിന്ന് നഭസഹ തന്മാത്രം ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദഃ അജനി ശബ്ദം ജനിച്ചു. ഒന്നുകൂടി പറയാം, എങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ ഉണ്ടായത്, എങ്ങനെയാണ് ശബ്ദമുണ്ടായത് എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നു. ഒന്നുകൂടി പറയാം നമുക്ക്. ഭൂമൻ അല്ലയോ ഭൂമൻ, സർവവ്യാപിയായ ഭഗവാനെ, തവ ബലാത് അങ്ങയുടെ ശക്തി കൊണ്ട് സത്വാംശഃ ഏവ സാത്വിക അഹങ്കാരം തന്നെയാണ് മാനസബുദ്ധി അഹങ്കൃതി മിള ചിത്താഖ്യവൃത്യന്വിതം തത് അന്ധക്കരണം ച അസൃജത്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയോട് ചേർന്ന ചിത്തം എന്നു പേരുള്ള പ്രവൃത്തിയോടുകൂടിയതുമായ ആ അന്ധക്കരണത്തെ സൃഷ്ടിച്ചു. വീണ്ടും പറയാണ് തൈജസദഃ. അപ്പം സാത്വികത്തിൽ നിന്നാണ് അന്ധക്കരണത്തെ സൃഷ്ടിച്ചത് അല്ലേ. സാത്വികത്തിൽ നിന്നും മനോബുദ്ധി അഹങ്കാരം മിള ചിത്താഖ്യവൃത്യന്വിതം അന്ധക്കരണം അസൃജത്. ഇനി തൈജസദഃ രാജസികമായ അഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയഗണങ്ങളും ജാതഃ ഉണ്ടായി. അല്ലയോ ഗുരുവായൂരപ്പ, നിന്റെ ബലം കൊണ്ട് വീണ്ടും താമസാംശാത് ആ താമസ അഹങ്കാരത്തിൽ നിന്ന് നഭസിൻ്റെ ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദവും ജനിച്ചു. ശബ്ദം ആകാശത്തിൻ്റെ തന്മാത്രയാണ് ശബ്ദം. അപ്പോൾ സാത്വിക അഹങ്കാരം കൊണ്ട് എന്തുണ്ടായി? അന്ധക്കരണമുണ്ടായി. എങ്ങനെയുള്ള അന്ധക്കരണം? മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയോട് ചേർന്ന ചിത്തം എന്നു പേരുള്ള പ്രവൃത്തിയോടുകൂടിയതുമായ അന്ധക്കരണത്തെ സൃഷ്ടിച്ചു സാത്വിക അഹങ്കാരം കൊണ്ട്. രാജസിക അഹങ്കാരം കൊണ്ട് 10 ഇന്ദ്രിയഗണങ്ങളെ സൃഷ്ടിച്ചു. 10 ഇന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും. പിന്നെ ഗുരുവായൂരപ്പ അങ്ങയുടെ ബലം കൊണ്ട് വീണ്ടും താമസ അംശത്തിൽ നിന്ന്, താമസമായ അഹങ്കാരത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദവും ജനിച്ചു എന്ന് ചൊല്ലാമൊന്ന്. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചന്തക്കരണം വിഭോ തവ ബലാദ് സത്വാംശ ഏവാസൃജത്. ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണഃ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുൽപുരപതേ ശബ്ദോ ജനി ത്വദ്ബലാദ്. അല്ലയോ വിഭുവായിരിക്കുന്ന പ്രഭോ, അങ്ങയുടെ പ്രേരണ നിമിത്തം സാത്വിക അഹങ്കാരം തന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയോട് ചേർന്നിരിക്കുന്ന ചിത്തവൃത്തിയോടു കൂടിയ സത്വപ്രധാനമായ അന്ധക്കരണത്തെയും സൃഷ്ടിച്ചു. രാജസ അഹങ്കാരത്തിൽ നിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും 5 കർമ്മേന്ദ്രിയങ്ങളെയും സൃഷ്ടിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, ആ അഹങ്കാരത്തിൻ്റെ താമസാംശത്തിൽ നിന്നും അങ്ങയുടെ പ്രേരണയാൽ ആകാശത്തിൻ്റെ സൂക്ഷ്മാംശമായിരിക്കുന്ന ശബ്ദം ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചന്തക്കരണം വിഭോ തവ ബലാദ് സത്വാംശ ഏവാസൃജത്. ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണഃ തത്താമസാംശാൽ പുനഃ തന്മാത്രം നഭസോ മരുൽപുരപതേ ശബ്ദോ ജനി ത്വദ്ബലാദ്. അപ്പം നമ്മൾ 2 ശ്ലോകം കഴിഞ്ഞു. ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷേ സൃഷ്ടിയാണ്. ആദ്യം എന്ത് സൃഷ്ടിച്ചു, പിന്നെ എന്ത് സൃഷ്ടിച്ചു. അപ്പോൾ ഓരോന്നും സൃഷ്ടിച്ച് അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പായിട്ട് സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്.
ശ്രദ്ധാപൂർവം പഠിക്കണം, എന്നാലും മനസ്സിലാവുള്ളൂ കേട്ടോ. കുറച്ച് ദിവസം എനിക്ക് വരാൻ സാധിച്ചില്ല, ക്ഷമിക്കണം. ഇനി ഞാൻ വീണ്ടും വേഗത്തിൽ വരാൻ ശ്രമിക്കാം കേട്ടോ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.